എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ഇന്നത്തെ പ്രാർത്ഥനകൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയും ഇന്നത്തെ ആഹാരമാണ്. ശരിക്കും എനിക്ക് പണ്ടുപോലെ ഉണ്ടായിരുന്ന ഒരു അഭിവാഞ്ചിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന 5:30 വെച്ചത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക ഔത്സുക്യത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ ഉഷസ് അങ്ങോട്ട് ആരംഭിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ അങ്ങ് പ്രസാദിക്കുകയും അങ്ങയുടെ മക്കളെ ഉത്സാഹഭരിതരാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം 13-ാം തീയതി ജനുവരി തിങ്കളാഴ്ച കർത്താവിൻ്റെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട് ഈശോയെ. ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിൽ അങ്ങനെ പോകുന്ന എല്ലാവരുടെ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു കർത്താവേ, നിൻ്റെ നാമത്തിൽ. കർത്താവെ, അങ്ങ് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്നുള്ള കർത്താവെ, അങ്ങയുടെ വലിയ പ്രവചനമാണ്, അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങളിൽ വിശ്വസിക്കുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും അതാ സമയങ്ങളുടെ പ്രാർത്ഥനയുടെ ഉണർവോടെയും തീഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാകും മാത്രമല്ല, ഒരു പ്രശ്നമില്ല, പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങേ ഓർക്കുവാൻ കർത്താവെ പ്രത്യേക അഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീരസമുള്ളവരുണ്ട്, വൈരാഗ്യ ബുദ്ധിയുള്ളവരുണ്ട്, ഹൃദയഭാരമുള്ളവരുണ്ട്. അവരെല്ലാം കർത്താവെ കളപ്പോട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങയുടെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചയിലുണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും ഉണ്ടാക്കി തരുന്ന വലിയ ഭാരങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് ഇതിനത് കൈകാര്യം ചെയ്യട്ടെ. ചില കാര്യങ്ങൾ എങ്ങനെ തലപ്പുകഞ്ഞ് ആലോചിച്ചിട്ടും നമുക്കൊരു എത്തുപിടിയും കിട്ടണില്ല. നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ കൈകാര്യം ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് നടക്കുക. അവൻ പറയണ പോലെ ജീവിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നടക്കുക. അപ്പോൾ ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണത്. അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ഏതും ദൈവത്തിൽ ആശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും. കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലോകത്തിലായിരിക്കും ഞങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവുമെന്ന്. അത് കർത്താവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, മാതാവിനും ആ ഞെരുക്കങ്ങളുണ്ടായി, ഔസേപ്പിതാവിന് കൂടുതലും ഞെരുക്കങ്ങളുണ്ടായിരുന്നു. നമ്മളിന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്നവരമ്മേ, പരിശുദ്ധമ്മേ, ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ നീ അനുഗ്രഹിക്കണം. തങ്ങൾക്ക് ആരുമില്ല, ആരും ഞങ്ങൾ തിരക്കണില്ല, ആരും ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, ഒന്ന് വിളിച്ചു പോലും ചോദിക്കണില്ലെന്ന് വെച്ചുകൊണ്ട് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട്. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നെടുത്തിട്ട് പണ്ടെടുത്ത തീരുമാനങ്ങൾ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ട് വേണ്ടായിരുന്നു. ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികേറ്റി എടുത്തതാണ്, ഇന്നിപ്പോൾ അനുഭവിക്കുകയാണ്, ഇന്നിപ്പോൾ ഞാൻ മാത്രം എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവ് ഇപ്പോൾ ആശീർവദിക്കുന്നുണ്ട്. ഇപ്പോഴും ആശീർവദിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ നമ്മൾ കണ്ടതാണ്, കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന്. അതിനേക്കാൾ വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ? അവരെ കർത്താവ് ഇപ്പോഴും ആശീർവദിക്കുകയാണ്. കർത്താവ് നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ്. അവൻ നിർലോഭമായി യേശു ക്രിസ്തുവിന് നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ കരുണയ്ക്ക് ഒരു പഞ്ഞവുമില്ല. കർത്താവ് നീ പറയണം, കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ. നിൻ്റെ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട്, കുരിശുമരണത്തെ ഓർത്തുകൊണ്ട്, തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട്, മുറുക്കിടത്തെ ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. അങ്ങനെ കർത്താവിൻ്റെ കരുണ, അർഹതയില്ലാത്ത കരുണ നിൻ്റെ മേൽ ആവശിക്കുകയും നീ കർത്താവിൻ്റെ ഇപ്പോഴും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ അതിജീവിക്കുകയും ചെയ്യട്ടെ. ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വശക്തനും ആമേൻ.